Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് തൗബയിലെ 38-ാമത്തെ സൂക്തമാണ് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. يا أيها الذين آمنوا അല്ലയോ വിശ്വസിച്ചവരെ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി, ഇദാ ഖീല ലക്കും നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടാൽ, നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇൻഫിറു ഫീ സബീലില്ലാഹ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടുക എന്ന് പറയപ്പെട്ടാൽ, യുദ്ധസജ്ജരായി പുറപ്പെടുക എന്ന് പറയപ്പെട്ടാൽ, ഇസ്സാഖൽത്തും ഇലൽ അർള് ഇസ്സാഖൽത്തും നിങ്ങൾ ഖനം തൂങ്ങുകയാണോ, നിങ്ങൾ ഒട്ടുകയാണോ, ഇലൽ അർളി ഭൂമിയിലേക്ക്, റളീത്തും ബിൽ ഹയാത്തി ദുനിയ നിങ്ങൾ ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടുവോ, മിനൽ ആഖിറ പരലോകത്തേക്കാൾ, ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഇഹലോക ജീവിതത്തിലെ വിഭവമല്ല, ഫിൽ ആഖിറത്തി പരലോകത്തെ അപേക്ഷിച്ച് ഇല്ലാ ഖലീൽ തുച്ഛമല്ലാതെ അല്പമല്ലാതെ. ഒന്നുകൂടെ അർത്ഥം പറയാം. യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വസിച്ചവരെ, മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി, നിങ്ങൾക്ക് എന്താണ്, ഇദാ ഖീല ലക്കും നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇൻഫിറു ഫീ സബീലില്ലാഹ് ഇദാ ഖീല ലക്കും ഇൻഫിറു ഫീ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധസജ്ജരായി പുറപ്പെടുക എന്ന് പറയപ്പെട്ടാൽ, ഇസ്സാഖൽത്തും ഇലൽ അർളി നിങ്ങൾ ഭൂമിയിലേക്ക് ഒട്ടുകയാണോ, ഖനം തൂങ്ങുകയാണോ, റളീത്തും ബിൽ ഹയാത്തി ദുനിയ നിങ്ങൾ ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടുവോ, മിനൽ ആഖിറ പരലോകത്തേക്കാൾ, ഫമാ മതാഉൽ ഹയാത്തി ദുനിയ അപ്പോൾ മതാഉൽ ഹയാത്തി ദുനിയ ഇഹലോക ജീവിതമല്ല, ഫിൽ ആഖിറത്തി പരലോകത്തെ അപേക്ഷിച്ച് ഇല്ലാ ഖലീൽ അല്പമല്ലാതെ തുച്ഛമല്ലാതെ. ഈ സൂക്തം മുതൽക്ക് സൂറയുടെ അവസാനം വരെ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതും നമ്മളെ ഉണർത്തുന്നതും. തബൂക്ക് എന്ന് പറയുന്നത് റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള പ്രദേശമാണ്. തബൂക്ക് മദീനയിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്റർ 692 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് സ്വാഭാവികമായും അല്പം ആശ്വാസം അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് റോമ സാമ്രാജ്യം തബൂക്കിൽ വലിയ സൈന്യ സജ്ജീകരണം മദീനയ്ക്കെതിരെ പുറപ്പെടുന്നതിന് വേണ്ടി ഒരുക്കുന്നുണ്ട് എന്ന വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത്. തബൂക്കിൽ റോമക്കാരുടെ സൈന്യം വളരെ വലിയ സൈന്യമാണ്. അവരുമായി ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് വലിയ സാഹസമാണ്. എങ്കിൽ കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യ സജ്ജീകരണം തന്നെ നടത്തി. ഏകദേശം 40,000 പേര് വരുന്ന സൈന്യമാണ് തബൂക്കിൽ. റോമ സാമ്രാജ്യത്തിൻ്റെ അവരുടെ അതിർത്തിക്ക് പുറത്ത്, എന്നാൽ അവരുടെ തന്നെ അധീനതയിലുള്ള
അവരുടെ കോട്ടയ്ക്ക് പുറത്തുള്ള പ്രദേശമാണ് തബൂക്ക്. അപ്പോൾ അവിടെയാണ് ഇവരെ സൈന്യ സജ്ജീകരണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെ നേരിടാനുള്ള പ്രേരണ നൽകുകയാണ് അല്ലാഹു തആല മുഅ്മിനുകൾക്ക്. അവരങ്ങനെ വിട്ടാൽ അവർ മദീനക്കെതിരെ ആഞ്ഞടിക്കും. 40,000 വരുന്ന സൈന്യമൊക്കെ മദീനക്കെതിരെ ഒന്നിച്ചു വന്നാൽ അത് വലിയ പ്രയാസമുണ്ടാക്കും ഇസ്ലാമിക സമൂഹത്തിന് എന്നുള്ളത് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അങ്ങോട്ട് ചെന്ന് നേരിടാൻ തീരുമാനിച്ചു. അങ്ങോട്ട് പോയി നേരിടാൻ. അവർ മദീനക്കെതിരെ വരാനുള്ള ഒരു കാരണം അവർ ക്രൈസ്തവ രാജ്യമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ സ്വാധീനം മദീനയുടെ വെളിയിലേക്ക് വ്യാപിക്കുന്നത് അത്രയൊന്നും തൃപ്തിയില്ല അവർക്ക്. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ നേരിടാൻ അങ്ങനെ ഒരു സൈന്യ സജ്ജീകരണം നടക്കുന്നു എന്ന വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയപ്പോൾ ഹിജ്റ 9-ാം വർഷം റജബിൽ 692 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തബൂക്കിൽ ചെന്ന് അവരുമായി പൊരുതാൻ, അവരുമായി ഏറ്റുമുട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനമെടുക്കുക. ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇന്നത്തെ മാതിരി വലിയ സൗകര്യങ്ങളും വാഹനങ്ങളും ഒന്നുമില്ല. വളരെ കുറച്ച് കുതിരകളാണുള്ളത്, കുറച്ച് കാലാൾപ്പടയാണുള്ളത്. 30,000 പേരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉള്ളത്. 10,000 ആളുകൾ കുതിരപ്പടയാളികളാണ്. ബാക്കി 20,000 കാലാൾപ്പടയാണ്. അവർ പുറപ്പെടുന്ന സമയം മദീനയിൽ നല്ല ചൂടുള്ള സമയം, ഈത്തപ്പഴമൊക്കെ പഴുക്കണ ഒരു സമയമാണ്. അപ്പോൾ വിളവെടുപ്പിൻ്റെ കാലമാണ്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമാണ്. നമ്മൾ നട്ട് നനച്ച് വളർത്തി വിളവെടുക്കാനാകുമ്പോൾ അവിടെ വിളവെടുക്കാൻ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മനപ്രയാസം ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ. അതേമാതിരി 690-ലധികം കിലോമീറ്റർ യാത്ര ചെയ്യണം. ആ യാത്ര വളരെ ദുഷ്കരമാണ്, വാഹനം കുറവാണ്, പിന്നെ വലിയ ചൂടുള്ള കാലമാണ്. അപ്പം ഇങ്ങനെയൊക്കെ പല സഹാബികൾക്കും, അത് മുഖ്യ സഹാബിമാർക്കല്ല, ഈ വിശ്വാസം വേണ്ടത്ര അങ്ങോട്ട് ആയിട്ടില്ലാത്ത അവരുണ്ടാവുമല്ലോ. പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർ വിശ്വാസികൾ പല തരക്കാരുണ്ടാവുമല്ലോ. ഏത് പ്രയാസവും നേരിടാൻ സജ്ജരായവരുണ്ടാകും. അല്പം സ്വല്പമൊക്കെ മനസ്സിലൊരു ചാഞ്ചാട്ടമുള്ളവരുണ്ടാകും. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അവരുടെ ആകപ്പാടൊരു അസ്വസ്ഥത. ഒന്ന് ദൂരം, രണ്ട് ഇവിടെ നമ്മുടെ കൃഷിക്ക് വിളവെടുക്കണ കാലം, ചൂട്, പിന്നെ കൂട്ടത്തിൽ വിശ്വാസത്തിന് ഒട്ടും കരുത്തായിട്ടില്ലാത്ത എന്നാൽ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോകാമെന്ന് വെച്ച ആൾക്കാരും അവരുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് ഈ സമയം ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ടുള്ളൂ. ഹുനൈൻ യുദ്ധത്തിൽ വലിയ സാമ്പത്തിക നേട്ടം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതാണ് ഇവിടെ അല്ലാഹു തആല പറയും, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്താണ് ഇദാ ഖീല ലക്കും നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടാൽ, ഖാല ഖീല, ഇംഫിറു, നഫറ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന്, പ്രത്യേകിച്ചും സൈനിക ആവശ്യത്തിനൊക്കെ പുറപ്പെടുക. നഫറ, ഇംഫിറു, നിങ്ങൾ യുദ്ധസജ്ജരായി സന്നദ്ധരായി പുറപ്പെടണം എന്ന് നിങ്ങളോട് കൽപ്പിക്കപ്പെട. ഫീ സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ. ഇസ്സാഖൽത്തും, സിഖല് എന്ന ഭാരം എന്നാണല്ലോ, സഖുലത്ത് മവാസീനുഹു എന്ന ഭാരം തൂങ്ങിയെന്നല്ലേ, സിഖൽ ഭാരം. ഇസ്സാഖൽത്തും, നിങ്ങൾ ഭൂമിക്ക് ഭാരമായി നിൽക്കുകയാണോ എന്നുവെച്ചാൽ ഭൂമിയോട് ഒട്ടിപ്പോവുക, ദുനിയാവിനോട് ഒട്ടിപ്പോവുക അല്ലേ. അള്ളാഹിൻ്റെ മാർഗത്തിൽ പുറപ്പെടുക പറഞ്ഞാൽ അല്പം ത്യാഗം ആവശ്യമുള്ള സംഗതി തന്നെയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കാൻ സന്നദ്ധതയുള്ളവർക്കാണ് ഇസ്ലാമിൽ സ്ഥാനം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വെടിയാൻ കഴിയാത്തതായി ഒന്നും ഒരു മുഅ്മിനീന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഭൂമിയിലേക്ക് ഒട്ടുകയോ, ഇസ്സാഖൽതും ഇലൽ അർളി, നിങ്ങൾ ഭൂമിയിലേക്ക് ഒട്ടുകയാണോ. സൈന്യബലം എന്ന് പറഞ്ഞാൽ ആൾബലം മാത്രം പോരല്ലോ, ആയുധം വേണം, ഇത്രയും ദൂരം സഞ്ചരിക്കാനുള്ള ഭക്ഷണം വേണം, സാമ്പത്തിക ശേഷി ഉണ്ടാകണം. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരു സന്ദർഭത്തിലാണ് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അള്ളാഹു യുദ്ധത്തിന് ആവശ്യപ്പെടുന്നത്.
അവിടെ പോയി യുദ്ധം ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അവരിലുണ്ടായൊരു പ്രയാസം, അതിനെ തിരുത്താൻ വേണ്ടി അവരെ യുദ്ധസന്നദ്ധരാക്കുന്നതിന് വേണ്ടി അവരുടെ അലസതയും അവരുടെ താല്പര്യക്കുറവുമൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു അവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ്. ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്സാഖൽതും ഇലൽ അർദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടുവിൻ എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയോടൊട്ടുകയാണോ? അറളീത്തും ബിൽ ഹയാത്തി ദുനിയ, അറളീത്തും ബിൽ ഹയാത്തി ദുനിയ, നിങ്ങൾ ദുനിയാവിലെ ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടുവോ? ദുനിയാവിലെ ജീവിതമാണ് വലുത് വിചാരിച്ചിട്ട് ഇവിടെ എങ്ങനെ ആസ്വദിക്കുക, ഇവിടെ എങ്ങനെ ആഹ്ലാദിക്കുക, ഇവിടെ എങ്ങനെ ജീവിച്ച് മരിക്കുക, അതിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊരുതി മരിച്ച് സ്വർഗം വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലേ? അതാണ് അറളീത്തും ബിൽ ഹയാത്തി ദുനിയ, നിങ്ങൾ ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടുവോ? മിനൽ ആഖിറ, പരലോകത്തെക്കാളും. ഫമാ മതാഉൽ ഹയാത്തി ദുനിയ, ഫമ അപ്പോൾ അല്ല, മതാ വിഭവം, അൽ ഹയാത്തി ദുനിയ ദുനിയാവിലെ ജീവിതത്തിലെ വിഭവം അല്ല, ഫിൽ ആഖിറത്തി പരലോകത്തെ അപേക്ഷിച്ച് ഇല്ലാ ഖലീൽ തുച്ഛമല്ലാതെ, കുറച്ചല്ലാതെ. ദുനിയാവും പരലോകത്തിലെ സ്വർഗവും തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? കടലിൽ ഒരു വിരൽ മുക്കിയെടുത്താൽ ആ വിരലിൽ എത്ര വെള്ളം പറ്റിയിട്ടുണ്ടാകും? അതാണ് ദുനിയാവ്. ആലോചിക്കാൻ തന്നെ കഴിയില്ല. അപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കടലിൽ വെള്ളം മുക്കി നമ്മളെ വിരലിൽ പറ്റുന്നത് എത്ര ഉണ്ടാവും? അതാണ് ദുനിയാവ്. മാഷാ അല്ലാഹ്. ബാക്കി കടലാണ് സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെടുന്നില്ലേ എന്നാണല്ലോ വ്യംഗ്യമായി വരികൾക്കിടയിലൂടെ അല്ലാഹു തആല ചോദിക്കുന്നത്. അപ്പോൾ അവരെ പ്രേരിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40,000 പേരുള്ള ഒരു സൈന്യത്തെയാണ് ഒരുക്കിയിരിക്കുന്നത്. സൈന്യത്തിന് സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്, ആൾബലം ആവശ്യമുണ്ട്, വാഹനം ആവശ്യമുണ്ട്. അങ്ങനെ ഫണ്ട് ശേഖരണം, യുദ്ധത്തിന് ആവശ്യമായ സാമ്പത്തിക ശേഖരണം കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെന്നും അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ് നിൻ്റെ ഖുർആൻ പഠിക്കുവാനും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നിൻ്റെ മാർഗത്തിൽ തന്നെ ജീവിക്കുവാനും ആ മാർഗത്തിൽ മരിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാക്കണേ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب